സ്റ്റാർട്ടിങ് 5000 രൂപ. 5000 അല്ലേ? നിങ്ങളെ വീട് എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് കൊയിലാണ്ടി. കൊയിലാണ്ടി അല്ലേ? നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളെ വീഡിയോസ് കാണാനുണ്ട്. ഓക്കെ. ആ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? എന്തായിരുന്നു കാര്യം? നമുക്കൊന്നും ആവശ്യമുണ്ടോ? എന്താ ആവശ്യം? ഫോട്ടോ എന്റെ ഫോട്ടോ വരച്ചുകൊണ്ട് നമുക്ക് തരുമോ? പൈസ തന്നോളൂ. ഞാൻ എവിടെയെങ്കിലും മനുഷ്യരുടെ ഫോട്ടോ വരയ്ക്കും എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തിട്ടുണ്ടോ? മനുഷ്യരുടെ ഫോട്ടോ ഞാൻ വരയ്ക്കുന്നു പറഞ്ഞിട്ട് എവിടെയെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള വരച്ചാൽ മതിയില്ലേ? എനിക്ക് ഇഷ്ടമുള്ളതേ ഞാൻ വരയ്ക്കുള്ളൂ. നിങ്ങളെ ഇഷ്ടത്തിന് വരയ്ക്കാൻ എന്നെ കിട്ടൂല. അല്ല, പൈസ തരാ. പൈസ തരാന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റുമോ? പൈസ തരുമെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല. വേറെ എന്താ വരയ്ക്ക? പള്ളി അങ്ങനത്തെ ഫോട്ടോ വരയ്ക്കുവോ? ഇപ്പൊ ഗുരുവായൂരപ്പനെ വേണോ? എത്ര റുപ്യ വരും? ഗുരുവായൂരപ്പൻ കുഴപ്പമില്ല. 5000 രൂപ. സെയിം നമ്പർ ഗൂഗിൾ പേ ചെയ്യ്. സ്കാനറായി എന്താ പറയാ, ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കേ. അല്ല, ഫുൾ അമ്പലത്തിന്റെ ഉള്ളൂ? ഫുൾ അമ്പലത്തിന്റെ ഉള്ളല്ല, ഗുരുവായൂരപ്പൻ. ഞാൻ മുസ്ലിമാണ്. അതിന് കുഴപ്പമില്ലല്ലേ? മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എന്നാ പിന്നെ പൈസ അയക്കുക. അത്രക്ക് ആവശ്യമുള്ളവനാണെങ്കിൽ. ഡിസ്കൗണ്ട് ചെയ്ത് തരുമോ? ഇല്ല. അത്രക്ക് ആവശ്യമുള്ളവനാണെങ്കിൽ ഈ നമ്പറിലേക്ക് പൈസ അയക്കുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക. അഡ്രസ്സും അയക്കുക. സാധനം ഇന്ന് തന്നെ കൊറിയർ അയക്കും. ഇതൊക്കെ പേരെന്താണ്? പേര് റംല. റംല അല്ലേ? ഓക്കെ. കല്യാണം കഴിഞ്ഞോ? 2 എണ്ണം ഇപ്പൊ നിലവ് കഴിഞ്ഞിക്ക്. ഇനി 2 എണ്ണത്തിനും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 റെഡി ആയിക്കണോ? 2 എണ്ണം കൂടി റെഡി ആയിക്ക്. എവിടുന്നാണ്? ഒന്ന് എന്റെ വാപ്പന്റെ തറവാട്ടുന്നു, ഒന്ന് എന്റെ ഉമ്മാന്റെ തറവാട്ടുന്നു. അതങ്ങനെ? അതങ്ങനെയാ വരുന്നത്. മക്കള് അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ചോദിക്ക. നിനക്കിപ്പോ എന്താ വേണ്ടത്? നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? ജംഷീദ്. സ്ഥലം എവിടെയാ? അരീക്കോട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഉപ്പുണ്ട്, ഉമ്മുണ്ട്. വീട്ടുപേര്? പുളിക്കല്. പുളിക്കല്. എന്ത്? എന്നാലേ ജംഷീറേ, ഈ പകൽമാന്യ സ്വഭാവം ഉണ്ടല്ലോ, നാട്ടുകാരറിയാൻ പോവുകയാണ്. എന്ത്? ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്യും. വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും വേണ്ടാത്തതൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അപ്പൊ രണ്ടിടത്തും പ്രശ്നമില്ല. ആയിക്കോട്ടെ, ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. കേട്ടുക്കോ. ഞാൻ വെറുതെ നോക്കിയാണ് നിങ്ങളെങ്ങനെ ഇതെന്ന്. ആയിക്കോട്ടെ, നിങ്ങൾ റെക്കോർഡ് ചെയ്താക്കുകയോ ചെയ്തത്. എൻ്റെ കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിൽ കയറിയാൽ നിനക്ക് നിൻ്റെ വോയിസ് തന്നെ കേൾക്കാം. അതിൽ നിനക്ക് തന്നെ തീരുമാനിക്കാം നീ നല്ലതാണോ ചീത്തയാണോ പറഞ്ഞതെന്നുള്ളത്. ഞാൻ കല്യാണം കഴിച്ചിക്കോന്നോ, ഞാൻ മക്കളുണ്ടോന്നുള്ളോ നീ അറിയാൻ. ഒരു മുസ്ലിങ്ങള് ഉദാഹരണം പറയാം. ഒരു മുസ്ലിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോയിക്കാണ്ട് എന്ത് ചെയ്യുന്നേ? കാരണം കേരളത്തിൽ കേരളത്തിൽ ആരാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ മുസ്ലിം അല്ലല്ലോ. ആരാറിന്? തട്ടടേണ്ട ആവശ്യം എന്തിനാ? ഞാൻ തട്ടടലുണ്ട്. എന്നോട് ആരാ പറഞ്ഞത്? ഞാൻ മതം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും നല്ല സപ്പോർട്ടിങ് ഉണ്ടോ? എടാ, എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്റെ തന്തയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ തട്ടം ഉപേക്ഷിച്ചതും മതം ഉപേക്ഷിച്ചതും ഒരു വ്യക്തിയാണ്. എന്നെ ചോദ്യം ചെയ്യാനുള്ള ആ റൈറ്റും നിനക്കില്ല. നീ നിന്റെ പണി എന്താണോ അത് എടുത്തിട്ട് പോവുക. കേട്ടുക്കോ. എന്നെ ഭരിക്കാൻ വരണ്ട. കേട്ടുകല്ലേ. ഇനി മേലെ ഇതിലേക്ക് വിളിച്ചാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും ചെയ്യും.